ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിൽ ഹാവ് ടുൻ്റെ യൂസേജസ് ആട്ടോ. ഇംഗ്ലീഷിൽ വിൽ ഹാവ് ടു എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഞാൻ അവിടെ പോകേണ്ടി വരും, ഞാനത് എടുക്കേണ്ടി വരും, ഞാൻ അവനെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഞാനിത് കഴിക്കേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു മീനിങ് ആണ് നമ്മൾ വിൽ ഹാവ് ടു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സോ വിൽ ഹാവ് ടു, വിൽ ഹാവ് ടു, വിൽ ഹാവ് ടു എന്നാണ് അല്ലേ. വിൽ ഹാവ് ടു എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യേണ്ടി വരും. ഓക്കെ, ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലൂടെ നോക്കാം അല്ലേ. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് ഞാൻ. I will have to go there. I will have to go there. എന്താണ്? I will have to go there. Will have to നിങ്ങൾക്കറിയാലേ, ചെയ്യേണ്ടി വരും എന്നാണ് അല്ലേ. സോ ഐ വിൽ ഹാവ് ടു ഗോ ദർ, ഞാൻ അവിടെ പോകേണ്ടി വരും. പോകുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും എന്നാട്ടോ അർത്ഥം. എന്താണ്? വേറെ എന്താണ്? പോവുക എന്നുള്ളതാണ്. അപ്പോൾ പോകുക എന്നുള്ള ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടി വരുന്ന കേട്ടോ സെൻറ്റൻസിൻ്റെ മീനിങ്. സോ എങ്ങനെ പറയാം നമുക്ക്? ഞാൻ അവിടെ പോകേണ്ടി വരും, ഞാനത് പോകുക ചെയ്യേണ്ടി വരും നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താണ്? ഞാൻ അവിടെ പോകേണ്ടി വരും എന്നാണ് സെൻറ്റൻസിൻ്റെ മീനിങ് അല്ലേ. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ഹാവ് ടു കം ഹിയർ. ഐ വിൽ ഹാവ് ടു കം ഹിയർ, ഞാൻ ഇവിടെ വരേണ്ടി വരും. ഒന്ന് നമ്മൾ പോകേണ്ടി വരും, മറ്റൊന്ന് എന്താണ്? വരേണ്ടി വരും എന്നായില്ലേ. വേറൊരു എക്സാമ്പിൾ നോക്കാം. വി വിൽ ഹാവ് ടു, സബ്ജക്റ്റ് ഏത് വന്നാലും നമുക്ക് എന്താണ്? വിൽ ഹാവ് ടു മാറ്റില്ല കേട്ടോ. വി വിൽ ഹാവ് ടു പേ ദ ടാക്സ്, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. വി വിൽ ഹാവ് ടു പേ ദ ടാക്സ്, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ദെൻ ദേ വിൽ ഹാവ് ടു, they will have to pay the bill. Okay, അവർ ബില്ല് അടയ്ക്കേണ്ടി വരും. they will have to pay the bill, അവർ ബില്ല് അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം പറയാനായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ will have to യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായോ? I will have to go there, ഞാൻ അവിടെ പോകേണ്ടി വരും. I will have to come here, ഞാൻ ഇവിടെ വരേണ്ടി വരും. We will have to pay the tax, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. They will have to pay the bill, അവർ ബില്ല് എന്താണ്? പേ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വേറെ 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ നമുക്ക് പറയാം? ഞാൻ അവനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഐ വിൽ ഹാവ് ടു ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു സസ്പെൻഡ് ഹിം. ഐ വിൽ ഹാവ് ടു സസ്പെൻഡ് ഹിം, ഞാൻ അവനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. നീ ഒരുപാട് സഹിക്കേണ്ടി വരും. ഇതെങ്ങനെ പറയാം? നീ യു വിൽ ഹാവ് ടു സഹിക്കുക എന്നുള്ളതിന് സഫർ. യു വിൽ ഹാവ് ടു സഫർ a lot, ഒരുപാട്. യു വിൽ ഹാവ് ടു സഫർ a lot, നീ ഒരുപാട് സഹിക്കേണ്ടി വരും. 2 സെൻറ്റൻസും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? നീ അങ്ങനെ ചെയ്യേണ്ടി വരും, അവൻ അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യേണ്ടി വരുമോ എങ്ങനെ നമുക്ക് പറയാമെന്നുള്ള കേട്ടോ. ഞാനത് ചെയ്യേണ്ടി വരുമോ, ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരുമോ, ഞാനത് വാങ്ങേണ്ടി വരുമോ, ഇങ്ങനെ ചെയ്യേണ്ടി വരുമോ എന്നുള്ള സെൻറ്റൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് ചോദിക്കാമെന്നുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ വിൽ ഹാവ് ടു ചെയ്യേണ്ടി വരും എന്നാണ് നമ്മൾ പഠിച്ചല്ലേ. ഇനി ചെയ്യേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കാം നമുക്ക്. നീ ചെയ്യേണ്ടി വരുമോ? ഓക്കെ, നീ ചെയ്യേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കാം. വിൽ യു ഹാവ് ടു, വിൽ യു ഹാവ് ടു, വിൽ യു ഹാവ് ടു, നീ ചെയ്യേണ്ടി വരുമോ? അവൻ ചെയ്യേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കാം. വിൽ ഹി ഹാവ് ടു, വിൽ ഹി ഹാവ് ടു, അവൻ ചെയ്യേണ്ടി വരുമോ? ഇനി ഞാൻ ചെയ്യേണ്ടി വരുമോ എങ്ങനെ ചോദിക്കാം. വിൽ ഐ ഹാവ് ടു, ഞാൻ ചെയ്യേണ്ടി വരുമോ? വിൽ ഐ ഹാവ് ടു, വിൽ ഐ ഹാവ് ടു. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം വിൽ എന്ന ഓക്സിലറി വെർബിനെ ഫസ്റ്റ് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ വിൽ യു ഹാവ് ടു, നീ ചെയ്യേണ്ടി വരുമോ? വിൽ ഷീ ഹാവ് ടു, അവൾ ചെയ്യേണ്ടി വരുമോ? വിൽ വി ഹാവ് ടു, നമ്മൾ ചെയ്യേണ്ടി വരുമോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് വരിക അല്ലേ. ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തേക്കാം.
ഞാൻ അവിടെ പോകേണ്ടി വരുമോ? ഇതെങ്ങനെ ചോദിക്കാം? ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഞാൻ അവിടെ പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത് ല്ലേ? അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അവിടെ പോകേണ്ടി വരുമോ എന്ന് ചോദിക്കാം. ആദ്യം വില്ല് കൊണ്ടുവരണം ട്ടോ. വിൽ ഐ ഹാവ് ടു വിൽ ഐ ഹാവ് ടു ഗോ ദർ വിൽ ഐ ഹാവ് ടു ഗോ ദർ നമ്മളൊരു ക്വസ്റ്റ്യൻ ടോണിൽ വേണം ചോദിക്കാൻ കേട്ടോ. വിൽ ഐ ഹാവ് ടു ഗോ ദർ ഞാൻ അവിടെ പോകേണ്ടി വരുമോ? നെക്സ്റ്റ് ഞാനത് കഴിക്കേണ്ടി വരുമോ എന്നങ്ങനെ ചോദിക്കാം. വിൽ ഐ ഹാവ് ടു ഈറ്റ് ദിസ് വിൽ ഐ ഹാവ് ടു വിൽ ഐ ഹാവ് ടു ഈറ്റ് ദിസ് ഞാൻ ഇത് കഴിക്കേണ്ടി വരുമോ? ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? അപ്പം വിൽ ഐ ഹാവ് ടു ഗോ ദർ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ആദ്യം ഓക്സിലറി വെർബിനെ കൊണ്ടുവരുന്നു. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് സബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മൾ വിൽ യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ വിൽ ഐ ഹാവ് ടു ഗോ ദർ ഞാൻ അവിടെ പോകേണ്ടി വരുമോ? വിൽ ഐ ഹാവ് ടു ഈറ്റ് ദിസ് ഞാൻ ഇത് കഴിക്കേണ്ടി വരുമോ? നെക്സ്റ്റ് ഞാൻ കന്നഡ ധരിക്കേണ്ടി വരുമോ? ഞാൻ കന്നഡ വെക്കേണ്ടി വരുമോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ഇതെങ്ങനെ പറയാം നമുക്ക്? വിൽ ഐ ഹാവ് ടു ക്വസ്റ്റ്യൻ ആണല്ലേ? വിൽ ഐ ഹാവ് ടു ധരിക്കുക എന്നുള്ളതിന് വിയർ. വിൽ ഐ ഹാവ് ടു വിയർ സ്പെക്സ് വിൽ ഐ ഹാവ് ടു വിയർ സ്പെക്സ് ഞാൻ കന്നഡ വെക്കേണ്ടി വരുമോ അല്ലെങ്കിൽ കന്നഡ ധരിക്കേണ്ടി വരുമോ? ഞാൻ കോടതി കയറേണ്ടി വരുമോ? ഇതെങ്ങനെ ചോദിക്കാം? വിൽ ഐ ഹാവ് ടു കയറുക പ്രവേശിക്കുക എൻ്റർ. വിൽ ഐ ഹാവ് ടു എൻ്റർ ദി കോർട്ട് വിൽ ഐ ഹാവ് ടു എൻ്റർ ദി കോർട്ട് ഞാൻ കോടതി കയറേണ്ടി വരുമോ? വിൽ ഐ ഹാവ് ടു എൻ്റർ ദി കോർട്ട് എന്ന് പറയാം കേട്ടോ. ഓക്കെ അപ്പോൾ ഇന്ന് പഠിച്ച ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പഠിച്ചല്ലോ. ഒന്ന് എന്താണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവനങ്ങനെ ചെയ്യേണ്ടി വരും, അവളങ്ങനെ പോകേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്നാണ് നമ്മൾ പഠിച്ചത്. എന്ത് വിൽ ഹാവ് ടു എന്ന് വെച്ചാൽ അല്ലേ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ടു എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്നാണ് അല്ലേ. ക്വസ്റ്റ്യൻ ആണെങ്കിലോ ആദ്യം വിൽ പ്ലസ് സബ്ജക്റ്റ് അല്ലേ ഇങ്ങനെയാണ് പറയാം അല്ലേ. വിൽ ഐ ഹാവ് ടു ഞാൻ ചെയ്യേണ്ടി വരുമോ? വിൽ ഷീ ഹാവ് ടു അവൾ ചെയ്യേണ്ടി വരുമോ? വിൽ വി ഹാവ് ടു നമ്മൾ ചെയ്യേണ്ടി വരുമോ? ഇങ്ങനെയാണ് വരിക അല്ലേ. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സെൻറ്റൻസുകളും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.